ചാലക്കുടിയിൽ വലിയൊരു തീപിടുത്തമുണ്ടായിരിക്കുന്നു. നോർത്ത് ചാലക്കുടിയിലെ പെയിന്റ് ഗോഡൌണിനാണ് തീ പിടിച്ചത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. സൂരജ് സജി വിവരങ്ങളുമായി. സൂരജ്, കടകൾ തുറക്കുന്ന സമയത്തൊക്കെയാണ് എന്ന് തോന്നുന്നു. ഏതായാലും എന്താണിപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാനുള്ള വിവരം? തൊട്ടടുത്തടുത്തൊക്കെ ധാരാളം കടകളുള്ള പ്രദേശമാണെന്ന് തോന്നുന്നു ദൃശ്യങ്ങൾ കണ്ടിട്ട്. വലിയ തീപിടുത്തമാണല്ലേ? അനുജ, വലിയ തീപിടുത്തമാണ് ചാലക്കുടിയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ചാലക്കുടി നഗരത്തിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ചാലക്കുടി നോർത്ത് ചാലക്കുടിയിൽ പ്രവർത്തിക്കുന്ന ഊക്കൻസ് ഗോഡൌണിനാണ് തീ പിടിച്ചിരിക്കുന്നത്. അവിടെ ഈ പെയിന്റ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ സൂക്ഷിക്കുന്ന ഗോഡൌണിനാണ് തീ പിടിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും പെയിന്റ് ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തീ ആളിക്കത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് വലിയ ഉയരത്തിൽ തീ ആളിക്കത്തുന്നു എന്നുള്ളതാണ് ഈ ആശങ്ക വർദ്ധിപ്പിക്കുന്ന ദൃശ്യത്തിൽ തന്നെ നമുക്ക് ആ തീപിടുത്തത്തിന്റെ ഭീകരത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നുള്ളതാണ് ഈ നാട്ടുകാരും പോലീസുമായെല്ലാം സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. സമീപത്തു നിന്ന് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളോട് എത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമീപത്ത് ചേർന്ന് തന്നെ വലിയ വലിയ കെട്ടിടങ്ങളുണ്ട്, കടകളുണ്ട്. പ്രത്യേകിച്ച് കടകൾ തുറന്നു പ്രവർത്തിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ തീ കൂടുതൽ ആളിപ്പടർന്നാൽ ഒരു അപകടകരമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാനുണ്ട്. അത് മുൻനിർത്തിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളിലേക്ക് കൂടി ഫയർഫോഴ്സ് കടന്നിരിക്കുന്നു. നിലവിൽ 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ഈ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ അത് ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത്. കാരണം ഈ തീ വലിയ ഉയരത്തിൽ ആളിക്കത്തുന്നു എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം എത്രത്തോളം ഉയരത്തിലാണ് ആ തീ ആളിക്കത്തുന്നത്. അതിന്റെ പുക ഉയരുന്നത് നമുക്ക് കാണാം. അങ്ങനെ വലിയ രീതിയിൽ ഈ പെയിന്റ് ഗോഡൌൺ കൂടി ആയതുകൊണ്ട് തന്നെ ഈ ഗോഡൌൺ ആകെ നിന്നു കത്തുന്ന ഒരു സാഹചര്യമാണ്. അതിന്റെ മുകൾ ഭാഗം റൂഫ് അടക്കം തകർന്ന് ഈ തീ പുറത്തേക്ക് ആളിക്കത്തുന്ന ഒരു സാഹചര്യമുണ്ട്. സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് തീ പടരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻകരുതലാണ് നിലവിൽ ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം ചേർന്നുകൊണ്ട് സ്വീകരിക്കുന്നത്. പോലീസുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, നാട്ടുകാരുണ്ട്. ഇവരുടെ എല്ലാവരുടെയും നേതൃത്വത്തിലാണ് നിലവിൽ ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന അനുജ. ഇതിൽ ഈ തൊട്ടടുത്തുള്ള കടകൾ എന്നൊക്കെ പറയുന്നത് ഏത് സ്വഭാവത്തിലുള്ള കടകളാണ്? എന്ത് വിൽക്കുന്ന കടകളാണ് സൂരജ്? അനുജ, സമീപത്ത് ചെറിയ ചെറിയ ഗോഡൌണുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഹോട്ടലുകളുണ്ട്. അങ്ങനെ തുടങ്ങി വിവിധ സ്ഥാപനങ്ങൾ ഈ ഗോഡൌണിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് കെട്ടിടങ്ങളിലേക്കടക്കം തീ പടരാനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം അത് ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഈ മേഖലയിൽ നിന്ന് ഇതിനോടകം തന്നെ ആളുകളെ അടക്കം, അതായത് ഈ കടകളിൽ ജീവനക്കാരായി എത്തിയ ആളുകളെ അടക്കം ഇവിടെ നിന്ന് ഒഴിപ്പിക്കുകയും ചെയ്തു. അവരെ മാറ്റിക്കൊണ്ട് കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിച്ചുകൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് നിലവിൽ ഈ ഫയർഫോഴ്സ് നടത്തുന്നത്. എന്തായാലും വലിയ രീതിയിൽ തീ ആളിക്കത്തുന്നു. അതും എത്രമാത്രം ഉയരത്തിലാണ് തീ ആളിക്കത്തുന്നതെന്ന് ദൃശ്യത്തിൽ തന്നെ കാണാം. അതുകൊണ്ട് തന്നെ ഒരു ഭയപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഫയർഫോഴ്സുമായി സംസാരിക്കുമ്പോൾ ഉൾപ്പെടെ അവർ പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിച്ചുകൊണ്ട് തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം അതാണ് ഇപ്പോൾ ഈ ഫയർഫോഴ്സും പോലീസും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന അനുജ. ഈ തീപിടുത്തം ഉണ്ടായത് എപ്പോഴാണ്? ആ സമയത്ത് ഗോഡൌണിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അതിന്റെ അധികാരികൾ ആരെങ്കിലും ഇപ്പോൾ അവിടെ ഉണ്ടോ? അവരോട് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞോ? എന്താണ് അവർ പറയുന്നത്? സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ അനുജ, ഈ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്ത് ജീവനക്കാരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ തീ ആളിക്കത്തുന്നത് ഈ സമീപത്തെ നാട്ടുകാരാണ് കാണുന്നത്. അവർ ഇത് കണ്ട് പിന്നീട് ഈ ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. പക്ഷെ ഫയർഫോഴ്സ് എത്തുന്നതിനുള്ളിൽ തന്നെ തീ വലിയ രീതിയിൽ ആളിക്കത്തി. ഈ ഗോഡൌണിന്റെ മുകൾ ഭാഗത്തെ റൂഫ് അടക്കം തകരുന്ന ഒരു സാഹചര്യമായിരുന്നു. റൂഫ് അടക്കം പൊട്ടിത്തെറിച്ചു. പിന്നീടാണ് ഈ തീ പുറത്തേക്ക് ആളിക്കത്തിയത്. വലിയ രീതിയിൽ തീ ഉയരുന്നതും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ പുക ഉയരുന്നതുമായിരുന്നു ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്നത്. കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്തിക്കാനാണ്, അതായത് ചാലക്കുടിക്ക് പുറമെ കൊരട്ടിയിൽ നിന്നടക്കം പുതുക്കാട് നിന്നടക്കം കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാൽ മാത്രമാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുകയുള്ളൂ. സ്വാഭാവികമായി ഈ ഗോഡൌണിൽ പെയിന്റ് ആണ് സൂക്ഷിച്ചിരിക്കുന്നത്. പെയിന്റിന് തീ പിടിക്കുമ്പോൾ, പെയിന്റ് സൂക്ഷിച്ചിരിക്കുന്ന ഗോഡൌണിന് തീ പിടിക്കുമ്പോൾ അതിന്റെ ഒരു വ്യാപ്തി എത്രത്തോളം ആയിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കാരണം അത് ഈ രാസവസ്തുക്കളടക്കം അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ തീപിടുത്തത്തിന് വ്യാപ്തി വളരെ കൂടുതലാണ് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തുടർച്ചയായി വെള്ളം ഈ ഗോഡൌണിനകത്തേക്ക് പമ്പ് ചെയ്യാനുള്ള ഒരു നീക്കമാണ് ഈ ഫയർഫോഴ്സ് അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ യൂണിറ്റ് എത്തിയാൽ മാത്രമാണ് തീ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. നിലവിൽ മറ്റ്
കടകളിലേക്കും ഗോഡൌണുകളിലേക്കും അടക്കം തീ പടരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം അത് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. കൂടുതൽ ആളുകളെ ഈ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൊട്ടിത്തെറിയിലേക്ക് അടക്കം കാര്യങ്ങൾ പോകാതിരിക്കുന്നതിനുള്ള ഒരു മുൻകരുതൽ നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അനുജ, ശരി, ചാലക്കുടിയിലാണ് വലിയ തീപിടുത്തമുണ്ടായത്. നോർത്ത് ചാലക്കുടിയിൽ ഒരു പെയിന്റ് ഗോഡൌണിന് തീ പിടിക്കുകയായിരുന്നു. വലിയ തീപിടുത്തമാണ്, ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. കറുത്ത പുക ഉയരുന്നുണ്ട്. തൊട്ട് ചേർന്ന് ഒട്ടേറെ കടകളുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ അങ്ങോട്ടേക്ക് എത്തുമെന്നതാണ് സൂരജ് സജി നൽകിയ വിവരം.